ഗായ്സ്, അപ്പം നിങ്ങൾ ജോർജിയയിൽ ജാപ്പനീസ് കട ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ജാപ്പനീസ് കട ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ജോർജിയയിൽ ഒരു ജാപ്പനീസ് കട ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, എല്ലാ ഐറ്റംസും അവിടെ കിട്ടുമോ ഇല്ലയോ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കട ഇവിടെ നിങ്ങൾ വന്നാൽ ജാപ്പനീസ് ട്രൈ ചെയ്യണ ഇഷ്ടമുണ്ട്, കാര്യങ്ങളെല്ലാം മുഴുതൊക്കെ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. എല്ലാം ലഭിക്കുന്നതാണ്. ജാപ്പനീസിൽ എന്തൊക്കെ ഉണ്ട് അതെല്ലാം ആവശ്യത്തിനുള്ളത് ലഭിക്കുന്നതാണ്. അവിടെ ജാപ്പനീസ് ആൾക്കാരുമാണ് കൂടുതൽ ഇരിക്കുന്നത്. ഒരു അടിപൊളി കടയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാനത് വീഡിയോയുടെ എൻഡ് വരെ നിങ്ങൾ കാണണം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽ പറഞ്ഞുതരാം എവിടെയാണ് എന്തൊക്കെയാണെന്ന്. നിങ്ങളപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും. ബാക്കി ഞാൻ വീഡിയോ എന്തായാലും നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. കടയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ജാപ്പനീസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണൂല, അപ്പം അതിന് വേണ്ടി എല്ലാവർക്കും ഉപയോഗപ്പെടും. അപ്പം നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ കണ്ടിട്ട് ബാക്കി നിങ്ങൾ അഭിപ്രായം പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ള് വരെ കാണാൻ മറക്കല്ല്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് മെട്രോയിലോട്ട് താഴോട്ട് ഇറങ്ങുന്ന വഴിയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ജാപ്പനീസ് ഷോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നേരെ നമ്മളിപ്പോൾ കാണാൻ പോണ വീഡിയോ ജാപ്പനീസ് ഷോപ്പിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ കടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഷോപ്പ്, ഇതാണ് ആ കടയുടെ പേര്. ഫുൾ വ്യൂ ഇതാണ്. ഫിൻ ടോക്കിയോ പ്ലാസ എന്ന് പറയും. ഇത് ഞാൻ അകത്തോട്ട് കയറുക. അതിനുശേഷമുള്ള ഫുൾ വ്യൂവും കാര്യങ്ങളും. ഇവിടെ ഫുൾ ജാപ്പനീസിൻ്റെ സാധനങ്ങളാണ്. ഇത് ആൽക്കഹോൾ സെക്ഷൻ, അവിടുത്തെ ആൽക്കഹോൾ സെക്ഷനും പിന്നെ ഇത് അവിടുത്തെ ബാക്കിയുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും എല്ലാം. പിന്നെ ഷാമ്പു ഐറ്റംസ് എല്ലാം ഇതാ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ബോഡി കാര്യങ്ങളെല്ലാം ഉള്ള ഐറ്റംസും അവിടെ ഉണ്ട്. ഇതാണ് ഫുൾ ഷോപ്പിൻ്റെ വ്യൂ. പിന്നെ ഇപ്രാവശ്യം കുറച്ച് സ്റ്റോക്ക് ഔട്ടാണ്, ബിക്കോസ് ഓഫ് വാറും കാര്യങ്ങളും നടക്കണമുണ്ട്. ഇതാണ് അവിടുത്തെ വ്യൂ ഫുള്ള് നിങ്ങൾക്ക് കാണാതിരിക്കും. ഫുൾ ജ്യൂസും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇവിടെ പാത്രങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്, അവിടുത്തെ പാത്രങ്ങളും കാര്യങ്ങളും. സാധനം വാങ്ങി ഇറങ്ങാൻ പോവുക. അപ്പോൾ ഇതാണ് അവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനും കുക്ക് ചെയ്ത് കഴിക്കാനും അങ്ങനത്തെ ഉള്ളൊരിത്. ഇതാണ് അവിടുത്തെ കഴിക്കാനുള്ള സ്ഥലം. പിന്നെ ഞാൻ ഇറങ്ങി വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഇത് അവിടുത്തെ ഫുൾ വ്യൂ ആണ്, നമുക്ക് കാണാം. ഇതാണ് അവിടുത്തെ ഫുൾ വ്യൂ. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച സാധനം ഇതാണ്, ഫ്രൈഡ് മാഗി നൂഡിൽസ്. വൺ സ്പൈസിയാണ്, അതിൻ്റെ ചിമ്പല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോൺ ഷിം എന്ന് പറയും. ഇതാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചത്. ഇത് 2 പാക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വീഡിയോ ഉണ്ട്. ഇതാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. വേറെ പ്രോഡക്റ്റൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം ഇത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യുന്ന വീഡിയോ വേറെ വരും. അപ്പോൾ ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഗൈസ്, ഞാൻ ജാപ്പനീസ് ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഇത് പറയാം. അത് നല്ലൊരു അഫോർഡബിളാണ്, നല്ലൊരു ഷോപ്പാണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അടിപൊളി ബുൾദൊക്കെ കിട്ടും. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എല്ലാ അവിടുത്തെ സാധനങ്ങളുണ്ട്. അവിടുത്തെ ജ്യൂസ്, അവിടുത്തെ ഇത്, അവിടുത്തെ മാച്ച, അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ അക്സസബിൾ ആണ്. ഞാനങ്ങനെ അവിടെ ആ ഷോപ്പ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഫുള്ള്. പക്ഷേ ഇപ്പം അവിടെ സ്റ്റോക്ക് ഔട്ടാണ്, ബിക്കോസ് ഓഫ് വാറ് കാരണം എല്ലാം കൂടെ അവിടെ നടക്കണോണ്ട് അവിടെ സ്റ്റോക്ക് വരുന്നില്ല. എല്ലാ രാജ്യത്തും ഇപ്പോൾ വാറ് കിടക്കില്ല. ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ കാരണവും മിഡിൽ ഈസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണവും സ്റ്റോക്ക് എത്തുന്നില്ല. അപ്പോൾ ബുൾദൊക്കെ അങ്ങനെ കിട്ടിയില്ല. പകരം വേറൊരു സാധനമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പം ഞാൻ എന്തായാലും ഞാൻ ഒരു മാഗി വാങ്ങിച്ചായിരുന്നു അവിടെ നിന്ന്, ഒരു രാമൻ. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എന്തായാലും നിങ്ങൾ കണ്ടോളൂ. പിന്നെ അതിനുശേഷം പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ അവിടെ വേറെ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടുത്തെ ആ ഇൻറ്റീരിയറൊക്കെ ഒന്ന് എടുത്തായിരുന്നു. സ്റ്റോക്ക് ഔട്ടാണ്. സ്റ്റോക്ക് വരുമ്പോൾ ഞാൻ പിന്നെ ഒരു അടിപൊളി വേറൊരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഇതാക്കാൻ. പക്ഷേ ഇവിടെ വന്നാൽ ഇവിടെ ജാപ്പനീസ് ഷോപ്പിൽ പോകാൻ ആഗ്രഹമുള്ളവർ എന്തായാലും അവിടെ പോയി സാധനങ്ങൾ വാങ്ങിച്ചോളൂ. നല്ല ഇതാണ്, അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് വിൽക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും അടിപൊളി ഒരു ഷോപ്പാണ്. അപ്പം നിങ്ങൾക്ക് വേറെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പിന്നെ അടിപൊളി ഒരു വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.